ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വേദികളാണ്. നമുക്കറിയാം PSCയിലായാലും മറ്റ് എക്സാമുകളിലായാലും അപ്പോൾ കറൻ്റ്ലി നടന്നിട്ടുള്ള വേദികളെ കുറിച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങുകളും കോൺഫറൻസുകളൊക്കെ നടന്നിട്ടുള്ള വേദികളെ കുറിച്ച് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾറെഡി ചോദിച്ചതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വേദികളാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. 2023-2024 കാലയളവിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വേദികളും ഇതിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ വിഷമമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ക്വാഡ് ഉച്ചകോടി 2024 ഇന്ത്യയിലാണ് നടന്നത്. ക്വാഡ് ഉച്ചകോടി 2024 ഇന്ത്യ. 74ാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ്, ലിത്വാനിയയുടെ തലസ്ഥാനം വിൽനിയസിലാണ് നടന്നത്. ദെൻ അറബ് ലീഗ് ഉച്ചകോടി സൗദി അറേബ്യയിൽ. 6ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 2023 ധാക്ക. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്ക്. SCO ഉച്ചകോടി 2023 ഇന്ത്യയിൽ. 2024 അത് കസാക്കിസ്ഥാനിൽ. ഓക്കെ, അപ്പോൾ ചെറിയ ട്രിക്സൊക്കെ ഉപയോഗിച്ച് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് വൺ, ക്വാഡ് ഉച്ചകോടി. ക്വാഡ് ഉച്ചകോടി എന്ന് പറയുമ്പോൾ ക്വാഡ്, കാർഡ്, ഒരു കാർഡ് ഓർമ്മ വരും മനസ്സിൽ. കാർഡിന് എത്ര ഭാഗമുണ്ട്? 4 ഭാഗമാണുള്ളത് അല്ലേ? അപ്പോൾ 4 ഭാഗം 4 2024 വെച്ച് കണക്ട് ചെയ്തോടെ. ഓക്കെ, അപ്പോൾ കാർഡ് കളിക്കുന്നതൊക്കെ ഇന്ത്യയിലാണെന്നും കൂടി കണക്ട് ചെയ്യുക. ഇന്ത്യക്കാരാണ് കാർഡ് കളിക്കുന്നതെന്ന് ആലോചിക്കുക. കാർഡ് കളി, ചീട്ട് കളി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തൂടെ. അപ്പോൾ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കത് മൊത്തമായിട്ട് കിട്ടി. കാർഡ് ഉച്ചകോടി 4 ഭാഗമുണ്ട്. 4 2024 ഇന്ത്യയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 74ാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ്, ലിത്വാനിയയുടെ തലസ്ഥാനത്താണ് വിൽനിയസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 74ാമത് നാറ്റോ ഉച്ചകോടിയാണ്. അപ്പം നാറ്റോ മീൻസ് നാറുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നാറുന്നത്, നാറ്റം. അപ്പോൾ എന്താ നാറ്റം? വീലാണ് നാറ്റം. വീല്, ചക്രം. ഓക്കെ, അപ്പോൾ നാറുന്നത് വീലാണ്. ഓക്കെ, ഇപ്പോൾ വീൽ എത്ര ഉണ്ട്? ഇപ്പോൾ ഒരു കാറിനൊക്കെയാണ് വീല് 4 വീലുണ്ടെന്ന് വിചാരിക്കുക. 4 വീല്. ഓക്കെ, അപ്പോൾ 74ാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ് ആണ്. 74 4 വീലാണ്. 4 വീലും നാറുന്നുണ്ട്. ഓക്കെ, നാറ്റം. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. 74ാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ്. ഈ വിൽനിയസ് ലിത്വാനിയയുടെ തലസ്ഥാനമാണ്. ഓക്കെ, നെക്സ്റ്റ് അറബ് ലീഗ് ഉച്ചകോടി. അറബ് ലീഗ് ഉച്ചകോടി എന്താണ്? സൗദി അറേബ്യ തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അറേബ്യ. ഓക്കെ, നെക്സ്റ്റ് 6th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 2023. 6th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 2023 നടന്നത് ധാക്കയിലാണ്. ഓക്കെ, ധാക്ക എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിലാണ് കേട്ടോ. ഓക്കെ, ദെൻ അതെങ്ങനെ കണക്ട് ചെയ്യാം? ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് അല്ല. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ നമുക്ക് എങ്ങനെയാണ്? ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യയുടെ താഴെഭാഗമല്ലുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ മൊത്തം കക്കയാണെന്ന് വിചാരിക്കുക. ഇന്ത്യൻ ഓഷ്യനിൽ മുഴുവനായിട്ടും കക്കയാണുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 6th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് നടന്നിട്ടുള്ളത് ധാക്കയിലാണ്. 2023 നടന്നിട്ടുള്ളത്. ഈ ദാ എന്നുള്ളത് തിരിച്ചിട്ടാൽ നമുക്ക് 3 ആക്കിക്കൂടെ? ദാ എന്നുള്ളത് തിരിച്ചിട്ടാൽ നമുക്ക് 3 ആക്കാം അല്ലേ? 2023 നടന്നത് ധാക്ക. ഓക്കെ, നെക്സ്റ്റ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്ക്. ഓക്കെ, അതെങ്ങനെ കണക്ട് ചെയ്യാം? ഏഷ്യൻ അത്ലറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഈ അത്ലറ്റിക്സിലൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പൈസയാണ്. അവരൊക്കെ പൈസ ബാങ്കിൽ കൊണ്ടിടുവാണെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, ഏഷ്യൻ അത്ലറ്റിക്സിലൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടതും അത് അവർ ബാങ്കിൽ കൊണ്ടിടുന്നതും ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്ക്. നെക്സ്റ്റ് SCO എന്ന് പറഞ്ഞാൽ ഷാങ്ങായി കോപ്പറേഷനാണ്. ഷാങ്ങായി കോപ്പറേഷൻ ഉച്ചകോടി 2023 ഇന്ത്യയും 2024 കസാക്കിസ്ഥാനും. ഇപ്പോൾ 2023 ഇന്ത്യ, 2024 കസാക്കിസ്ഥാൻ. അപ്പോൾ ഷാങ്ങായി കോപ്പറേഷൻ അല്ലേ? അപ്പോൾ ഞാൻ SCO എന്ന് എഴുതിയിട്ടുള്ളത് കോഡിന് വേണ്ടിയത്. അപ്പോൾ SCO എന്ന് പറഞ്ഞാൽ സ്കോച്ച് എന്ന് കണക്ട് ചെയ്യുക. സ്കോച്ച്. ഓക്കെ, സ്കോച്ച് കഴിക്കുന്നത് ആരാണ്? ഇക്കയാണ്. ഇന്ത്യ, കസാഖിസ്ഥാൻ. ഓക്കെ, സ്കോച്ച് ഉച്ചകോടി ഷാങ്ങായി കോപ്പറേഷൻ ഉച്ചകോടി 2023 എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരേണ്ടത്?
2023-24 നമ്മൾ പഠിക്കുന്നുണ്ട്. സ്കോച്ച് ആരാ കുടിക്കുക? ഇക്കയാണ് കുടിക്കുന്നത്. സ്കോച്ച് ഇക്ക ഈ ഇന്ത്യ. ഓക്കെ, കസാക്കിസ്ഥാൻ. അപ്പോൾ 2023 ഇന്ത്യയും 2024 കസാക്കിസ്ഥാനും. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 എവിടെയാണ് നടന്നത്? ഭോപ്പാലിൽ. നാഷണൽ ഫുഡ് കോൺക്ലേവ് 2023 ഹൈദരാബാദ്. ആഗോള ബുദ്ധ ഉച്ചകോടി 2023 ന്യൂഡൽഹി. ഇൻ്റർനാഷണൽ ലേബർ കോൺക്ലേവ് 2023 തിരുവനന്തപുരം. കുടുംബശ്രീ ദേശീയ സരസ് മേള 2023 കൊല്ലത്താണ് നടന്നത്. ഓക്കെ, അതിൽ എന്താ പറയുക, നിലു എന്ന പെൺകടുവയാണ് അവരുടെ ഒരു സിംബൽ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ C+C5 ഉച്ചകോടി 2023 നടന്നത് ബീജിങ്. ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യോത്സവം 2023 മാഡ്രിഡ്, സ്പെയിനാണ് മാഡ്രിഡ്. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് പറയുകയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 അതെവിടെയാണ്? ഭോപ്പാലിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കുന്നത് കമാൻഡേഴ്സ് എന്നല്ലേ. അപ്പോൾ കമാൻഡേഴ്സൊക്കെ പാല് കുടിക്കുന്ന ആളിലേക്ക്, കമാൻഡേഴ്സ് നല്ല ബലമൊക്കെ വരാൻ വേണ്ടി പാല് കുടിക്കും. 3 നേരവും പാല് കുടിക്കുന്ന ആളിലേക്ക്, രാവിലെ ഉച്ചക്കും വൈകുന്നേരം 3 നേരം 2023 പാല് കുടിക്കും ഭോപ്പാൽ. ഓക്കെ, കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 ഭോപ്പാലിലാണ് നടന്നത്. കണക്ട് ചെയ്യാലോ, വളരെ ഈസി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഫുഡ് കോൺക്ലേവ് 2023 ഹൈദരാബാദ്. നാഷണൽ ഫുഡ് കോൺക്ലേവ് ആണ്, ഫുഡാണ്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഹൈ ന്യൂട്രീഷനുള്ള ഫുഡാണെന്ന് ആലോചിക്കുക. ഫുഡാകുമ്പോൾ ഹൈ ന്യൂട്രീഷനുള്ള ഫുഡ്, ഹൈദരാബാദ്. അപ്പോൾ ഈ ഫുഡ് നമ്മൾ എപ്പോഴാണ് കഴിക്കുക? 3 നേരം കഴിക്കും, രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിക്കും. ഓക്കെ, 2023. അപ്പോൾ നാഷണൽ ഫുഡ് കോൺക്ലേവ് 2023 ഹൈദരാബാദ്. നെക്സ്റ്റ് ആഗോള ബുദ്ധ ഉച്ചകോടി 2023 ന്യൂഡൽഹി. ബുദ്ധൻ. ഓക്കെ, ആഗോള ബുദ്ധ ഉച്ചകോടി അല്ലേ, അപ്പോൾ ബുദ്ധനല്ലേ. ബുദ്ധൻ എന്താണ്? വെജിറ്റബിൾ മാത്രമേ കഴിക്കൂ, ഡാല് മാത്രമേ കഴിക്കൂ. ന്യൂഡൽഹി, ഡാല് മാത്രമേ കഴിക്കൂ, ന്യൂഡൽഹി. ഓക്കെ, അപ്പം ബുദ്ധ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇതൊക്കെ 2023 കാര്യമാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ലേബർ കോൺക്ലേവ് 2023. ഇൻ്റർനാഷണൽ ലേബർ കോൺക്ലേവ് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ലേബറല്ലേ. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ലേബർ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ട്രിവാൻഡ്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ കോൺക്ലേവ് 2023 നടന്നത് തിരുവനന്തപുരം. ഓക്കെ, അല്ലെങ്കിൽ ലേബർമാരൊക്കെ ഭയങ്കര ആനന്ദമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ തിരുവനന്തപുരം, ആനന്ദപുരം. ഓക്കെ, ഇപ്പോൾ ഭയങ്കര ആനന്ദമാണ്, ലേബർമാർക്കൊക്കെ ഭയങ്കര ആനന്ദമാണ്. തിരുവനന്തപുരം എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് കുടുംബശ്രീ ദേശീയ സരസ് മേള 2023 കൊല്ലത്താണ്. കുടുംബശ്രീ ദേശീയ സരസ് മേള 2023 കൊല്ലം. അപ്പോൾ അതിൻ്റെ സിമ്പിൾ നിലു എന്ന പെൺകടുവ. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്വാഭാവിക പെണ്ണുങ്ങളല്ലേ ഉണ്ടാവും. അപ്പോൾ പെൺകടുവ, നിലു എന്ന പെൺകടുവ കണക്ട് ചെയ്യാം. ദെൻ കുടുംബശ്രീ അല്ലേ, കുടുംബശ്രീ കടുവ. ഓക്കെ, ദെൻ അതേ സെയിം സാധനമാണ് കൊല്ലം വരുന്നത്. കുടുംബശ്രീ ദേശീയ സരസ് മേള 2023 കൊല്ലം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചത് എന്ന് വിചാരിച്ചാൽ സരസ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് പച്ചക്കുതിര സിനിമയിലെ സരസുവാണ്. ഓക്കെ, അപ്പോൾ ഈ സരസുവിന് അതിൽ നായികയായിട്ടുള്ള ഗോപിക അവരുടെ സ്വർണ്ണമാല കടമെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആ സിനിമയിലുണ്ട്. അപ്പോൾ കൊടുക്കാത്തതുകൊണ്ട് അവരെ കൊന്നു എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അല്ലേ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഞാൻ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് എനിക്കിത് സരസ് മേള എന്ന് പറയുമ്പം സരസുന്നും കൊല്ലം എന്നൊക്കെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുക. ഓക്കെ, കുടുംബശ്രീ ദേശീയ സരസ് മേള 2023 കൊല്ലം. ഓക്കെ, നിലുവെന്ന പെൺകടുവ. നെക്സ്റ്റ് C+C5 ഉച്ചകോടി 2023 ബീജിങ്. അപ്പോൾ C+C5 ഉച്ചകോടി. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള സി അല്ലേ, രണ്ട് സി ഉണ്ടല്ലേ, C+C5 സി. അപ്പോൾ ഈ സി എനിക്ക് ഒരു ബി ഇല്ലേ, ബി മീൻസ് തേനീച്ച. തേനീച്ച ഇങ്ങനെ സി ആയിട്ട് നിൽക്കുന്ന പോലെ സി ഒരു ആ ഒരു മോഡലിൽ നിൽക്കുക. അപ്പോൾ അതുപോലെയാണ് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ സീന്ന് കാണുമ്പോൾ ബീജിങ്. ഓക്കെ, അല്ലെങ്കിൽ ബീജിങ് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക.
അല്ലെങ്കിൽ സി അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യ ഉത്സവം 2023. ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യ ഉത്സവം 2023 മാഡ്രിഡ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സാഹിത്യ ഉത്സവത്തിന് പോകുമ്പോൾ ജയിക്കണമെങ്കിൽ മമ്മീനെയും ഡാഡീനെയും കൂട്ടണം എന്ന് ആലോചിക്കുക. ഓക്കെ. ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യ ഉത്സവമല്ലേ. അപ്പോൾ സാഹിത്യ ഉത്സവത്തിന് ജയിക്കണമെങ്കിൽ മമ്മീനെയും ഡാഡീനെയും കൂട്ടുക. ഇതാണ് ഞാൻ ജസ്റ്റ് തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ കോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉച്ചകോടിയിൽ നെക്സ്റ്റ് പറയുന്നത് 71ാമത് മിസ് വേൾഡ് 2023 ഇന്ത്യയിലാണ്. ഓക്കെ. അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ഇപ്പോൾ 71ാമത് മിസ് വേൾഡ് 2023 ഇന്ത്യ. നെക്സ്റ്റ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉച്ചകോടി, AI ഉച്ചകോടി, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉച്ചകോടി ബ്രിട്ടനിലാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യമായിട്ട് നടക്കുന്നതാണ്, അതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉച്ചകോടി എവിടെയാണ്? ബ്രിട്ടനിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അല്ലേ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഒരു ബിബിബിബിർന്നാവും. ഇപ്പോൾ ഈ നമ്മുടെ മൈക്കിലെല്ലാം സൗണ്ട് ബോക്സൊക്കെ തുടങ്ങുമ്പോൾ ഒരു ബിബിബിർന്ന് ഒരു സൗണ്ട് വരാറില്ലേ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ആദ്യമായിട്ടല്ലേ. അപ്പോൾ അത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ ബ്രിട്ടനായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഉച്ചകോടി ബ്രിട്ടൻ. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ട്രിവാൻഡ്രത്ത് പൊന്മുടിയിൽ വെച്ചിട്ടാണ്. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ ബൈക്കും സൈക്ലിങ്ങും. ഓക്കെ. അപ്പോൾ ബൈക്കും സൈക്ലിങ്ങും ഒക്കെ എന്താണ് നമ്മുടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ട്രിവാൻഡ്രം നമ്മൾ ടൂറ് പോകാനൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്, ബൈക്കായാലും സൈക്ലിംഗ് ആയാലും. ഓക്കെ. അപ്പം ട്രിവാൻഡ്രം ഭയങ്കര ആനന്ദമായിരിക്കും. തിരുവനന്തപുരം ഓക്കെ, ആനന്ദമായിരിക്കും. ബൈക്ക് എടുക്കുമ്പോൾ സൈക്കിൾ എടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര തിരുവനന്തപുരം ആനന്ദം ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ബൈക്ക് എടുക്കുമ്പോൾ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് അല്ലേ. അപ്പോൾ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്, ബൈക്കും സൈക്കിളൊക്കെ എടുക്കുമ്പോൾ മുടി നമ്മുടെ മുടിയൊക്കെ ഒന്ന് എന്താ പറയുക, എന്താ പറയുക, ഈ പൊടിയൊക്കെ കൊണ്ട് പൊന്നിൻ്റെ മുടി പോലെ ആവുന്നു ഒക്കെ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനൊക്കെ കൃത്യമായിട്ടുള്ള കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അതിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ട്രിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് സംസ്ഥാനതല വനമഹോത്സവം 2023. സംസ്ഥാനതല വനമഹോത്സവം 2023. വനം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ വനമാണ്? തേക്കിൻ്റെ വനമാണെന്ന് ആലോചിക്കുക. അപ്പോൾ തേക്കിൻ്റെ വനം, തേക്കടി. നെക്സ്റ്റ് 50ാമത് GST കൗൺസിൽ ന്യൂഡൽഹി. 50ാമത് GST കൗൺസിൽ ന്യൂഡൽഹി. അത് ഓൾറെഡി ന്യൂഡൽഹി തന്നെ ആയിരിക്കും GST കൗൺസിൽ. ഓക്കെ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ന്യൂഡൽഹി. നെക്സ്റ്റ് 12ാമത് വേൾഡ് ഹിന്ദി കോൺഫറൻസ് 2023 ഫിജി. 12ാമത് വേൾഡ് ഹിന്ദി കോൺഫറൻസ്. ഹിന്ദി ഫിജി, കണ്ടോ ചിഹ്നം ഒരുപോലെ വരുന്നില്ലേ? ഹിന്ദി ഫിജി. ഓക്കെ. കണക്ട് ചെയ്യുക. 12ാമത് വേൾഡ് ഹിന്ദി കോൺഫറൻസ് 2023 ഫിജി. ഒന്നും കൂടി വായിക്കാം. 71ാമത് മിസ് വേൾഡ് 2023 ഇന്ത്യ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവും അല്ലേ, ബ്രിബിളാവും ബ്രിട്ടൻ. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രമാണ് അല്ലേ. ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കും ബൈക്കും സൈക്കിളൊക്കെ. അതുപോലെ മുടിയൊക്കെ പൊന്നിൻ്റെ പോലെ അല്ലേ, ഡസ്റ്റൊക്കെ ആയി പൊന്നിൻ്റെ പോലെ ആവുന്നൊക്കെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. സംസ്ഥാനതല വനമഹോത്സവം 2023 വനം തേക്കിൻ്റെ വനം, തേക്കിൻകാട് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ തേക്കിൻ്റെ വനമാണ് തേക്കടി. 50ാമത് GST കൗൺസിൽ ന്യൂഡൽഹി. 12ാമത് വേൾഡ് ഹിന്ദി ഫെഡറേഷൻ ഹിന്ദി കോൺഫറൻസ് 2023 ഫിജി. ഹിന്ദി ഫിജി. നെക്സ്റ്റ് 14ാമത് വേൾഡ് സ്പൈസസ് കോൺഗ്രസ് 2023 മുംബൈ. 6 ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2023 ചെന്നൈ. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് 2023 കണ്ണൂർ. 75ാമത് കരസേനാ ദിനം 2023 ബാംഗ്ലൂരു.
ഓക്കെ. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് 2023 ഇൻഡോർ. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ. കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 ഇടുക്കി. ഓക്കെ. ഇതിൽ ഫസ്റ്റ് വൺ 14ാമത് വേൾഡ് സ്പൈസസ് കോൺഗ്രസ് 2023 മുംബൈയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തത് 6th ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2023 ചെന്നൈ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ 14ാമത് വേൾഡ് സ്പൈസസ് കോൺഗ്രസ് ആണ്. വേൾഡ് എന്നാകുമ്പം W അല്ലേ, ആ W നേരിട്ട് തിരിച്ചിടുക, അപ്പോൾ M ആവും അല്ലേ, അപ്പം മുംബൈ അങ്ങനെ കണക്ട് ചെയ്യുക. 2023 3ഉം M-ഉം W-ഉം എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ ഓർപ്പിച്ച് വെക്കുക. നെക്സ്റ്റ് 6ാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2023 ചെന്നൈയിലാണ്. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഓക്കെ, ചെന്നൈ ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് 2023 കണ്ണൂർ. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് 2023 ലൈബ്രറി വരുമ്പോൾ ലൈബ്രറിയിൽ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ആകെ എന്താ പറ്റും, കണ്ണുകൊണ്ട് പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. നമുക്ക് സൗണ്ട് ഉണ്ടാക്കി അവർ പറയൂലേ. അപ്പോൾ ലൈബ്രറിയിൽ കണ്ണുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ കണ്ണൂർ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് 2023 കണ്ണൂർ. നെക്സ്റ്റ് 75ാമത് കരസേനാ ദിനം 2023 ബാംഗ്ലൂരുമാണ്. കരസേന എന്ന് പറയുമ്പോൾ നമുക്ക് മിലിറ്ററി, നമ്മൾ ആർമി. അപ്പോൾ ആർമി ആകുമ്പം കരയിലായിരിക്കുമല്ലോ. അപ്പോൾ ഈ കരയിലുണ്ടാകുന്ന സാധനമാണല്ലോ ബാങ്കൊക്കെ കരയിലല്ലല്ലോ, വെള്ളത്തിലാണോ ഉണ്ടാവുക? അല്ലല്ലോ, കരയിലുണ്ടാകുന്ന സാധനമാണ് ബാങ്ക്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരു എന്ന് കണക്ട് ചെയ്യുക. 75ാമത് കരസേനാ ദിനം 2023 കരയിൽ എന്തുണ്ടാവും? ബാംഗ്ലൂരു. നെക്സ്റ്റ് 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് ഇൻഡോർ. ഇപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് പ്രവാസികളൊക്കെ ഡോറ് തുറന്ന് വരുന്നു എന്നല്ലല്ലോ. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറില്ലേ, പ്രവാസികളൊക്കെ അവർ പറയാണ്ട് സസ്പെൻസായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഡോറ് തുറന്ന് വരുന്നതായിട്ടൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക. അപ്പോൾ 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് 2023 പ്രവാസികൾ വരുന്നത് എങ്ങനെയാണ്? ഡോറും തുറന്നിട്ടാണ് വരുന്നത്, ഇൻഡോർ. പ്രവാസി വരുന്നത് ഇൻഡോർ, ഡോറ് തുറന്നിട്ടാണ്. നെക്സ്റ്റ് സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ഇന്ത്യ. അപ്പോൾ സ്ട്രീറ്റൊക്കെ കൂടുതലുള്ളത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. സ്ട്രീറ്റിലൊക്കെ ചൈൽഡ്, ഇപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ റോഡിൽ നടക്കുമ്പോൾ ഇപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതുമായിട്ട് കണക്ട് ചെയ്യുക. ഇന്ത്യയിലാണ് സ്ട്രീറ്റിലൊക്കെ പിള്ളേർ കളിക്കുന്നത് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ഇന്ത്യ. നെക്സ്റ്റ് കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 ഇടുക്കി. അപ്പോൾ ഈ ശാസ്ത്രോത്സവത്തിനുള്ളിൽ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, അവർ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിടുക്കി എന്ന് പറയില്ലേ, മിടുക്കി. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യുക. കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 ശാസ്ത്രത്തിനല്ലേ പോയത്, അപ്പം മിടുക്കിയാണ്. ഓക്കെ. മിടുക്കി, ഇടുക്കി എന്നൊക്കെ കണക്ട് ചെയ്യുക. കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 ശാസ്ത്രം എന്ന് പറയുമ്പോൾ മിടുക്കി, അപ്പോൾ ഇടുക്കി. ഓക്കെ. ഇനി വരുന്നത് കുറച്ചുകൂടി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഇത് കുറച്ചും കൂടി നിങ്ങൾ തറവായിട്ട് പോവുക. ഓക്കെ. അപ്പോൾ G7ഉം G20 ബ്രിക്സും ഒക്കെയാണ് പറയുന്നത്. PSCയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗം. ഓക്കെ. അപ്പം ഇതൊന്ന് നന്നായി തറവാക്കിയിട്ട് പോവുക. ഓക്കെ. ഫസ്റ്റ് വൺ G7 ഉച്ചകോടി. G7 ഞാനിപ്പോൾ 2022, 23, 24, 25 ഈ 4 വർഷത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ ഒരു ലെവലിലായിട്ട് പഠിക്കുക. ആദ്യം 2022, 2023, 2024, 2025. ഇപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കോഡുണ്ട്, കോഡ് കേൾക്കുക. G7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7up ആയിട്ട് നമുക്ക് ഓർമ്മിക്കാം. 7up. അപ്പോൾ ഈ 7up മിനി 7up ഉണ്ട്. അതിൽ നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു. അതിൻ്റെ മുകളിലേക്ക് ഒരു ഇല ഇട്ടു. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? കണ്ണട വെച്ച് നോക്കി, കണ്ണട ഇട്ടിട്ട് നോക്കി. കണ്ണട ഓക്കെ, കണ്ണട ഓക്കെ. ഒന്നുകൂടി പറയാം. G7 പറഞ്ഞാൽ 7up, ഒരുപാട് 7up ഉണ്ട്, മെനി 7up ഉണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. അപ്പോൾ G7 7up മെനി 7up ഉണ്ട്, ഒരുപാട് മെനി 7up ഉണ്ട്. അതൊക്കെ നമ്മളൊരു പാനിലേക്ക് ഒഴിക്കുന്നു.
അതിലേക്ക് ഒരു ഇല ഇടുന്നു. അത് നമ്മൾ കണ്ണട വെച്ച് നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ 2022 പറഞ്ഞ ജർമ്മനി മെനി 7 ഒക്കെ 7 മെനി ഉണ്ട്, ഒരുപാടുണ്ട് പറഞ്ഞപ്പം ജർമ്മനി. 2023 അത് പാനിലേക്ക് ഒഴിച്ചു ജപ്പാൻ. പിന്നെ അതിലേക്ക് ഇല ഇട്ടു. 2024 ഇല ഇട്ടു. 2025 എന്തെങ്കിലും കണ്ണട വെച്ച് നോക്കി. ഓക്കെ, കാനഡ. അപ്പോൾ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ആ ലെവലിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് G20 എന്ന് പറഞ്ഞത് 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ, 2024 ബ്രസീൽ, 2025 ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് G20 എന്ന് പറയുമ്പം G20 അല്ലേ, തൊണ്ടി, ഒരു വയസ്സായ സ്ത്രീ. ഓക്കെ, തൊണ്ടി എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ അതാണ് ഞാൻ കണക്ട് ചെയ്തത്. ഈ തൊണ്ടി എന്ത് ചെയ്തു, എന്താണ് ഈന്ന് 2 വട്ടം ചിരിച്ചു. ഈന്ന് 2 പ്രാവശ്യം ചിരിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് ദക്ഷിണ കൊടുത്തു. പൈസ കൊടുക്കില്ല, അതിന് പകരം ദക്ഷിണ കൊടുത്തു. ഈ തൊണ്ടി G20 എന്ന് പറയുന്നത് തൊണ്ടി. ആ തൊണ്ടി ഈന്ന് 2 പ്രാവശ്യം ചിരിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് ദക്ഷിണ കൊടുത്തു. അപ്പോൾ ഈന്ന് 2 പ്രാവശ്യം ചിരിച്ചു പറയുമ്പം ആദ്യം വലിയ ഈയാണ്. അപ്പോൾ ഇന്തോനേഷ്യ, രണ്ടാമത് ചെറിയ ഇ, അതായത് ഇന്ത്യ. ഇനി മൂന്നാമത്തെ എന്താണ്, 2024 നടന്നത് ബ്രസീൽ. ബസ്സിൽ കയറി, ബസ്സിൽ. ഓക്കെ, 2024 ബ്രസീൽ. 2025 ദക്ഷിണ കൊടുത്തു, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. G20 എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ടി ഈന്ന് 2 പ്രാവശ്യം ചിരിച്ചിട്ട് ബസ്സിൽ കയറി ദക്ഷിണ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് നമുക്ക് ബൈഹാർട്ട് ആക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ. ദെൻ ബ്രിക്സിൻ്റെ കുറച്ച് വേദികളാണ് പറയുന്നത്. ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത് 2022, 2023, 2024 3 വർഷത്തെയാണ് പറയുന്നത്. ആ കൊല്ലം നിങ്ങൾ ഒന്ന് കുറച്ച് പ്രാവശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ ബൈഹാർട്ടായിരിക്കും. 2022, 2023, 2024. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ബ്രിക്സ് അല്ലേ, അപ്പോൾ ബ്രിക്സ് 2022, 2023, 2024 ഈ ലെവലായിട്ടാണ് പറയുന്നത്. 2 അല്ലേ, 2022 2ആവുമ്പം 1, 2 ഇവിടെയാണ് നടന്നത്, ചൈനയിലാണ് നടന്നത്. ഓക്കെ, 2023 തൊട്ടിപ്പുറം സൗത്ത് ആഫ്രിക്ക, 2024 റഷ്യ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഈ ഒരു ലെവലിലൊന്ന് കണ്ട് 2-3 പ്രാവശ്യം ഒന്ന് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ബ്രിക്സ് 2022 ചൈന, 3 സൗത്ത് ആഫ്രിക്ക, 4 റഷ്യ. ഓക്കെ, നെക്സ്റ്റ് UN കാലാവസ്ഥ ഉച്ചകോടി. നമ്മൾ കോപ്പ് എന്ന് പറയുന്ന സംഭവമാണിത്. UN കാലാവസ്ഥ ഉച്ചകോടി 2023 ഉണ്ട്, 2024, 2025 കേട്ടോ. ഒരു വർഷം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 2022 ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, 2023, 2024, 2025. ഓക്കെ, അങ്ങനെ UN കാലാവസ്ഥ ഉച്ചകോടി 2023 ദുബായ് ആണ്, 2024 അസർബൈജാൻ, 2025 ബ്രസീൽ. അപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ ബായ് അല്ലേ, ബായ് ബ്രസീൽ. ഓക്കെ, ഒരു ബായ് പറഞ്ഞ് ബസ്സിൽ കയറി. ബായ് അത് ജസ്റ്റ് നിങ്ങൾ മറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പുറം ഒരു ബസ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ G20. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പം ഇതാവാൻ പാടില്ല. ജസ്റ്റ് ഇത് മാത്രം ആലോചിച്ചാൽ മതി. എല്ലാത്തിലും 3 ഉണ്ട്. ആദ്യം 2023 എന്ന് പറയുമ്പോൾ 3 അല്ലേ, 3 അക്ഷരം മാത്രമുള്ള അതായത് ദുബായ് 3 അക്ഷരം. ഓക്കെ, 2024 പറയുമ്പോൾ അസർബൈജാൻ. ഓക്കെ, അത് ബൈജു എന്നാലോചിക്കുക. ബൈജു പണ്ട് ഒരു ഈ കോമഡിയിലൊക്കെ വരുന്നൊരു നായകനുണ്ട്, ബൈജു. ഈ കള്ളു കുടിച്ചിട്ടൊക്കെ വന്നിട്ട് കോമഡി പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അയാൾ 4 കാലിലാണ്, ആ ബൈജു 4 കാലിലാണെന്ന് ജസ്റ്റ് ചിന്തിക്ക് ചെയ്താൽ നമുക്ക് 2024 അസർബൈജാൻ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ 2025 ബ്രസീൽ. ഒന്നും കൂടി പറയാം. 2023 ദുബായ്, അത് COP 28 ആണ്. COP 28 എന്ന് പറയുമ്പോൾ 2023 അല്ല, ആ മൂന്ന് പോലെയാണ് ദുബായിൻ്റെ ദുബായ്. അപ്പോൾ ആ 3 ഒന്ന് തിരിച്ചും 3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. അപ്പോൾ COP 28. അപ്പോൾ മേലെ 2023 28 ആണെങ്കിൽ താഴെ കണക്കായിട്ട് 29, 30 അങ്ങനെ വരുമല്ലോ.
അതൊന്ന് ഈ ആദ്യത്തെ ഒറ്റൊരു സാധനം മര്യാദയ്ക്ക് പിടിച്ചാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് താനേ കിട്ടിക്കോളും. ഇത് 2023 ദുബായ് കോപ്പി 28. 2024 നാലുകാലിൽ വരുന്ന ബൈജു അസർബൈജാൻ കോപ്പി 29. 2025 ബ്രസീലാണ് കോപ്പി 30. ഈ മൂന്നെണ്ണത്തിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ക്വാഡ് ഉച്ചകോടി 2024 ക്വാഡ് കാർഡ് 4 ഭാഗമുണ്ട്. ഇന്ത്യക്കാരാണ് കളിക്കുന്നത് പറഞ്ഞു. ഇന്ത്യ. 24ാമത് നാറ്റോ ഉച്ചകോടി നാറുന്നത് എന്താണ്? 4 വീലല്ലേ? വീലാണ് നാറുന്നത്. 4 വീലുണ്ട്. വിൽനിയസ്. അറബ് ലീഗ് ഉച്ചകോടി സൗദി അറേബ്യ. അറേബ്യ. ഓക്കെ, കണക്ട് ചെയ്യാനാവുന്നുണ്ടല്ലോ. 6th ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് പോലെ ഇന്ത്യൻ ഓഷനിൽ നിറച്ചു എന്താണുള്ളത്? കക്കയാണുള്ളത്. കക്ക, ക, 3 2023. ആ 3 ഇരട്ടി 6. 6ാമത്. ഓക്കെ, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാങ്കോക്ക്. അത്ലറ്റിക്കിനൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. ബാങ്കോക്ക്. അപ്പോൾ ഉച്ചകോടി 2023. സ്കോ പറയുമ്പോൾ സ്കോച്ചായിട്ട് കണക്ട് ചെയ്യുക. സ്കോച്ച് ഇക്കയാണ് കുടിക്കുക. ഇന്ത്യയും കസാക്കിസ്ഥാനും. ഓക്കെ, ദെൻ കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023. കമാൻഡേഴ്സ് പാല് കുടിക്കും. പാല് 3 നേരവും കുടിക്കും. ദെൻ നാഷണൽ ഫുഡ് കോൺക്ലേവ് 3 നേരം ഫുഡ് കഴിക്കും. ഹൈ ന്യൂട്രീഷൻ ഫുഡ് ഹൈദരാബാദ്. ദെൻ ആഗോള ഉച്ചകോടി ബുദ്ധ ഉച്ചകോടി. ബുദ്ധന്മാർ ഡാൽ മാത്രമേ കഴിക്കൂ. വെജിറ്റബിൾ. ഓക്കെ, 3 നേരവും ഡാൽ കഴിക്കും. വെജിറ്റബിൾ ഡാൽ. ന്യൂഡൽഹി. ഇൻ്റർനാഷണൽ ലേബർ കോൺക്ലേവ് പറഞ്ഞാൽ ലേബറിന് ഭയങ്കര ആനന്ദമാണ് പറഞ്ഞല്ലേ. ലേബർ 2023. ഓക്കെ, കുടുംബശ്രീ ദേശീയ സരസ് മേള 2023. സരസ്വത കൊല്ലം നിലുവെന്ന പെൺകടുവ. C+C5 ഉച്ചകോടി ബീനെ പോലെയുള്ള തേനീച്ചയെ പോലെ ബീജിങ്. ദെൻ ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യോത്സവം. ജയ്പൂർ ഇൻ്റർനാഷണൽ സാഹിത്യോത്സവം അല്ലേ. അപ്പം സാഹിത്യത്തിനൊക്കെ ജയിക്കണമെങ്കിൽ മമ്മീനെയും ഡാഡീനെയും കൊണ്ട് പോകണമെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ദെൻ 74ാമത് മിസ് വേൾഡ് 2023 ഇന്ത്യ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഉച്ചകോടി. ആർട്ടിഫിഷ്യൽ ഉച്ചകോടി അല്ല, അപ്പം ചെറിയൊരു ബർബർബെന്ന് അടിക്കും. അപ്പോൾ ബ്രിട്ടൻ. ഓക്കെ, നെക്സ്റ്റ് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ട്രിവാൻഡ്രം പൊന്മുടി. നെക്സ്റ്റ് സംസ്ഥാനതല വന മഹോത്സവം 2023 തേക്കടി വനം. തേക്കിൻ്റെ വനം. 50ാമത് GST കൗൺസിൽ ന്യൂഡൽഹി. ഇമ്പോർട്ടൻ്റ് ആണ്. 12ാമത് വേൾഡ് ഹിന്ദി കോൺഫറൻസ് 2023 ഫിജി. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് 14ാമത് വേൾഡ് സ്പൈസസ് കോൺഗ്രസ് 2023 മുംബൈ. 14ാമത് വേൾഡ്. ഓക്കെ, വേൾഡ് വരുമ്പോൾ M3. ഓക്കെ, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 6ാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2023 ചെന്നൈ. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് കണ്ണൂർ. എങ്ങനെ? ലൈബ്രറിയിൽ കണ്ണ് മാത്രമേ നമുക്ക് ആവുള്ളൂ. ഓക്കെ, കണ്ണൂർ. 75ാമത് കരസേനാ ദിനം 2023 ബാംഗ്ലൂരു. കരയിൽ ബാങ്ക്. ഓക്കെ, 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് 2023. പ്രവാസികൾ എങ്ങനെ വരിക? ഡോറും തുറന്നിട്ടാണ് വരിക. ഓക്കെ, സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ഇന്ത്യ. സ്ട്രീറ്റിൽ നിന്ന് കളിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ജസ്റ്റ് കണക്ട് ചെയ്യാം. കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 മിടുക്കി എന്ന് പറയുമല്ലേ. ഇടുക്കി. ഇനി നമ്മുടെ മെയിൻ സാധനങ്ങളാണ്. G7 G20 ബ്രിക്സ് എന്നൊക്കെ പറയുന്നത് മെയിനാണ്. ഓക്കെ, G7 എന്താണ്? ഇയറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കോഡ് മാത്രം പറയാം. G7 സെവനപ്പ് മെനിയുണ്ട്. പാനിലൊഴിച്ചു, ഇലയിട്ടു, കണ്ണടയിട്ട് നോക്കി. ഓക്കെ, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. G20 എന്ന് പറയുന്നത് 20 history. പിന്നെ എന്താണ്? 2 പ്രാവശ്യം ചിരിച്ചിട്ട് 2 പ്രാവശ്യം ഈന്ന് ചിരിച്ചു. എന്നിട്ട് ബസ്സിൽ കയറി ദക്ഷിണ കൊടുത്തു. ഓക്കെ, ഈന്ന് ചിരിച്ചിട്ട് ബസ്സിൽ കയറി ദക്ഷിണ കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ബ്രിക്സിൽ ചൈന, സൗത്ത് ആഫ്രിക്ക, അതുപോലെ റഷ്യ. 2022 23 24. ഓക്കെ, കണക്ഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് UN കാലാവസ്ഥ ഉച്ചകോടിയിൽ എന്താ പറയുന്നത്? 2023 ദുബായ് കോപ്പ് 28. ഓക്കെ, ഇതിൽ വരുന്നതാണെന്ന് പറഞ്ഞില്ലേ. ദെൻ അസർബൈജാൻ, ബ്രസീൽ. ഓക്കെ, 2023 24 25 3 വർഷമാണ് പറയുന്നത്. ദുബായ് ആകുമ്പോൾ 3 കോപ്പ് 28. കോപ്പ് 28 ആകുമ്പോൾ ബാക്കി 29 30 കണക്ട് ചെയ്യാമല്ലോ. ദുബായ്, അസർബൈജാൻ, ബ്രസീൽ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കോഡുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.